പറയുന്നത്. പക്ഷേ എന്തായി? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇയാൾ വലിയ ആദർശവാദിയാണെന്ന് ആൾക്കാർക്ക് തോന്നണമല്ലോ. ആദർശവാദിയാണെന്ന് ഇയാൾക്ക് തോന്നുന്നു. ഇയാൾ വല്ലാതെ കാര്യം പറയുന്നുണ്ട്, ഇയാൾ വല്ലാതെ ആദർശം പറയുന്നുണ്ട് എന്ന് ഇയാൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിന് ഇയാൾ കണ്ട പണി എന്താ? നേരെ കാദ്യാനികളെ മേപ്പിച്ചെടുത്ത്. എന്നിട്ട് കാദ്യാനികളെ പറ്റി ഇയാൾ പറയാം അവര് കാഫിർ തന്നെയാണ്, അവരെ പള്ളി കയറിക്കൂടാ എന്നൊക്കെ. പക്ഷെ വഹാബികൾ മുർത്തദികളാന്ന് പറഞ്ഞൂടെ? വഹാബികൾ മുർത്തദികളാന്ന് പറഞ്ഞെടുത്തൂടെ? ജമാഅത്ത് ഇസ്ലാമി മുർത്തദിയാന്ന് പറഞ്ഞൂടെ? അത് പറഞ്ഞാൽ ഒക്കൂല. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്? എനിക്ക് നിങ്ങളെ മാതിരി അങ്ങനെ ഒരു ആളെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എല്ലാം പറയും, അതുകൊണ്ട് നിങ്ങളെ മാതിരി അതിര് വിട്ട വിപുലീകരണം ഒന്നുമില്ല. ആരെ മാതിരി? ഇവിടെ ഇപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ആരെങ്കിലും കാദ്യാനികളെ കൂട്ടിയാണ് യോഗം വിളിക്കണ്ടേ? കാദ്യാനികളെ കൂട്ടി യോഗം വിളിക്കുന്നത് പ്രശ്നപ്പെടല്ല. പിന്നെന്തിനാ ഇയാൾ കാദ്യാനികളെ കൂട്ടി യോഗം വിളിക്കുന്നത് പറഞ്ഞുകൊണ്ട്? അങ്ങനെ അതിര് വിട്ട് വിപുലീകരണം നിങ്ങളെ പോലെ എനിക്കില്ലാതെ ആർക്കപ്പുണ്ട്? ഇവിടെ ആരും ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് ഇയാൾ ഇങ്ങനെ ജനങ്ങളെ മുമ്പിൽ മാജിക് നടത്ത? എന്ത്? ഇയാൾ ഭയങ്കര കാര്യം പറയട്ടെ, നമ്മളൊക്കെ കുറച്ച് മോശക്കാരാ, നാട്ടിലെ എല്ലാ ആനിമങ്ങളും കുറച്ച് മോശ, പക്ഷെ ഇയാൾ കണ്ട കാര്യം പറയുന്ന ആളാണ് വെട്ടി തീർക്കാൻ വേണ്ടി ഇയാൾ അതിന് പറഞ്ഞിട്ട് പറയാണ് കാദിയാനി കാഫിർ തന്നെ. പോരാ, കാദിയാനി കാഫിർ തന്നെ. അതിലിപ്പോൾ ആർക്കും തർക്കല്ല. ഇവിടെ പൈലാർക്കും തർക്കല്ല. തർക്കല്ലെങ്കിൽ ഇൻകാറില്ലെങ്കിൽ പിന്നെ തേക്കിയത് അതിനനുസരിച്ച് പോരെ. കമ്പ്യൂട്ടറിന്റെ സഹായമല്ല. എത്ര വട്ടം ഇയാളത് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ എന്താ അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഈമാൻ ചൂടാകും. ഭയങ്കരട്ടോ ഇയാൾ ആരെ മുന്നിലും കാര്യം പറയട്ടോ, വല്ലാത്ത മുസാഫിന്റെ നടക്കണ്ടട്ടോ പൊട്ടീസ. ശ്രദ്ധിക്കണം. ഒന്നുറക്കെ നിങ്ങൾക്ക് സഹകരണം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് സഹകരണം ഇല്ലെങ്കിലും ഞാൻ പറയാണ്, എനിക്ക് നിങ്ങളുടെ അതിര് വിട്ട ആ വിപുലീകരണ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് തുറന്ന് പറയാണ്. ഖാദിയാനി കാഫിർ തന്നെ, 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 ഖാദിയാനി കാഫിർ തന്നെ. ഖാദിയാന്റെ പള്ളിയിൽ കയറണ്ട, ഖാദിയാനോട് സലാം പറയണ്ട, ഇല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കാം, ഹബീബിന്റെ കൂടെ കിടക്കാൻ നോക്കിയാൽ. അപ്പൊ കണ്ടില്ല നിങ്ങള്, കാദ്യാനി കാഫിറാണ് ഈ സമുദായത്തെ പഠിപ്പിച്ച ഇയാള് പെട്ട പാടൊക്കെയാണ് നിങ്ങള്. എത്രയാ ഇയാളതിന് മസില് പിടിച്ചത് അല്ലേ? ആർക്കാപ്പതിന് തർക്കല്ല. ഇൻകാറുണ്ടെങ്കിലല്ലേ ഇത്ര തേക്കിയത് ആവശ്യമുള്ളൂ. അപ്പൊ എന്ത് വേണം? ഇയാൾക്ക് ആളുകളെ തെറ്റിക്കാൻ കഴിയൂല. എന്നാ ആദർശവാദി എന്ന് വരും വേണം. അതിനുള്ള നല്ല എന്താണ്? കാദ്യാനികളെ വേത്തിക്കിട്ടാൽ മതി. അതേതായാലും ക്ലാസ്സിലുണ്ടാവില്ലല്ലോ. അപ്പൊ അതിനും വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി. ഇതിങ്ങനെ കാണുമ്പോൾ ചങ്ങും കൊല്ലും വലുതാക്കി മുമ്പ് കുത്തിരിക്കുന്ന സാധുക്കൾ ഭയങ്കര അല്ലട്ടോ. കാരണം എന്താ? എനിക്ക് നിങ്ങളെ മാതിരി അതിര് വിട്ട വിപുലീകരണം എന്താന്ന് ആദ്യം പറഞ്ഞു വെച്ചിക്കണല്ലോ. അപ്പൊ നമ്മളൊക്കെ മോശം തന്നെയാണ്, ഇയാൾ കുറച്ച് ഉസാറാ ഹലാസ്. എന്നിട്ടോ ഇയാൾ പറയും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് അടുത്ത കുറി ക്ലാസ് നടന്നാലും പ്രശ്നമല്ല. അങ്ങനെ ഞാനൊരാളാണ്, ഞാൻ ഭയങ്കരാണ് എന്ന് ഇയാൾ ആൾക്കാരെ പൊട്ടിസാക്കുക. അന്ന് ഞാൻ ആളെ കുറ്റം പറയലിന്റെ ലക്ഷ്യമല്ല. സമുദായത്തിന്റെ ചില കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് ആളായി വരുന്ന ചില ആട്ടിൻ തോലണിഞ്ഞ ആളുകളാണോ ഇത്തരം ആളുകളെന്ന് ഈ വാക്കുകളിലൂടെ ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹിനോട് ഹബീബായ നബിയോട് എനിക്ക് നിങ്ങളോട് ഒരാളോടും വിരോധമില്ല, വിധേയത്വമില്ല. എനിക്കെന്റെ ദീനിനോടാണ്. അടുത്ത നാളങ്ങളെല്ലാവരും അണ്ട് വന്നില്ല എന്ന് എനിക്ക് പ്രശ്നമില്ല. നിങ്ങളെ പത്രം എഴുതിയിട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയും സമുദായം പറഞ്ഞ് നടക്കാത്ത ഐക്യച്ച് എന്തിനാ നേതാക്കന്മാര് പോണേ? ഏത് രാഷ്ട്രീയക്കാരാ മുമ്പില്ലാത്ത ഏർപ്പാടുണ്ടാക്കിയ സമുദായത്തോട് പറഞ്ഞു കൊടുക്കേ. എന്നിട്ടോ വീണ്ടും ഇയാൾ പറയാം സത്യം അണ്ണാക്കിന് നാവുണ്ടെങ്കിൽ ഞാൻ പറയുന്ന നാവ് എവിടെ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ ഇയാൾ പറയാണ് അണ്ണാക്കിന് നാവുണ്ടെങ്കിൽ ഞാൻ സത്യം തുറന്നു പറയും. സത്യം വിളിച്ചു പറയൽ മാത്രമാണ്, സത്യത്തോട് മാത്ര പ്രതിബദ്ധത. അത് അണ്ണാക്കിൽ നാവുണ്ടെങ്കിൽ പറയും ചെയ്യും. അതിനോരുത്തരെ പേടിക്കണം. പ്രശ്നം താങ്കൾക്ക് നല്ല പേടിയുണ്ട്, താങ്കൾ അസത്യേ പറയുള്ളൂ. സത്യം അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ചേളാരി നിൽക്കാൻ കഴിയോ? അതുവരെ തങ്ങൾക്ക് കഴിഞ്ഞിക്കണോ? അപ്പൊ അത് കഴിയൂല. അപ്പൊ അസത്യമേ നിങ്ങൾ പറയുന്നുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് ആരോപണം ഉന്നയിക്കല്ല. താങ്കൾ പറയുന്ന മാതിരി ആരോപണം മൗലവി ഞങ്ങൾ പറയില്ല. നിങ്ങൾ അസത്യമേ പറയുള്ളൂ. നിങ്ങൾക്ക് ചില ആൾക്കാരോട് വ്യക്തിപരമായ വിരോധവും വെറുപ്പുണ്ട്, അത് വെച്ചേ നിങ്ങൾ സംസാരിക്കുള്ളൂ എന്ന് ഞാൻ തെളിയിച്ചു തരാം. എവിടെ? ഒന്ന് നിങ്ങൾ നോക്ക്. ഇയാളെ ക്ലാസുകളിൽ വളരെ ആവേശത്തോടെ പറഞ്ഞൊരു വിഷയമാണ് പരിശുദ്ധമായ റമളാനിൽ. ആ റമളാനിൽ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാം.
നമ്മുടെയൊക്കെ നാടുകളിൽ 27-ാം രാവിന് അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് പ്രതീക്ഷിക്കാറുണ്ട്. അതുപോലെ 29-ാം രാവിനും പ്രതീക്ഷിക്കാറുണ്ട്. ഇങ്ങനെ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു രാത്രിയാണ്. അന്ന് ഈത്തിക്കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. നല്ല കൂലി കിട്ടും. അതിനർത്ഥം ഒരാള് ഇനിയിപ്പോ സ്വലാത്തില്ല കൂലിട്ടൂലാന്നല്ല, ഒരാള് നിസ്കരിച്ചാ കൂലിട്ടൂലാന്നല്ല. ഈത്തിക്കാഫ് അല്ലാത്തതൊക്കെ അന്ന് ഹറാമാണ്, എവിടെയില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ തീരുമാനിച്ചു, ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും കൂടെ ഇരുന്നിട്ട് സ്വലാത്തും ദിക്റും ചൊല്ലി നേരം വെളുക്കുമ്പോളം ആ ഒരു രാത്രിയെങ്കിലും അയാൾക്കാക്കട്ടെ. 27-ാം രാവാണെങ്കിൽ അൽഹംദുലില്ലാ, അല്ലെങ്കിലും അൽഹംദുലില്ലാ, ചെയ്തതിൽ ഖൈർ തന്നെയാണ്. ഇത് ചെയ്തപ്പോ എന്തായി, ചില ആളുകളുടെ കാലിലോട്ട് നിന്ന് മണ്ണൊലിക്കാൻ തുടങ്ങി. എന്തേ കാരണം എന്നറിയങ്ങള്, ഖലീൽ തങ്ങൾ തൊട്ടപ്പുറത്ത് മുമ്പൊരു പള്ളിയിൽ നിന്നും കോണംപാറ, അവിടുന്ന് ഒരു മുത്തമ്പാദിക്കും അയ്യത്തിസ്കരിക്കൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇറങ്ങിപ്പോരേണ്ടി വന്നതാ. അന്ന് അവിടെ നിൽക്കുന്ന കാലത്ത് ഖലീൽ തങ്ങൾ പാപ്പ സ്വലാത്തും ദിക്റും ചൊല്ലി ആ പള്ളിക്ക് നല്ല വരുമാനവും സാഹചര്യവും സൗകര്യം ഉണ്ടായി. ഖലീൽ തങ്ങൾ പാപ്പ പോന്നപ്പോ എന്ത് ചെയ്തു, അതൊക്കെ തൽക്കാലം സ്റ്റോപ്പായി ഇപ്പുറത്തേക്ക് വരാൻ തുടങ്ങി. കാരണം പള്ളിന്റെ ജോലി കണ്ടിട്ടല്ലോ, തങ്ങന്മാരെ മാറ്റം കണ്ടിട്ട് കൊടുത്തതാ. അപ്പൊ എന്ത് ചെയ്തു, വേറൊരു മോചാരെ കൊണ്ടെന്ന് അവിടെ സ്വലാത്ത് തീരുമാനിച്ചു. പക്ഷെ സ്വലാത്ത് തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ, മനുഷ്യ മുമ്പിൽ കൈയൊന്തിക്കാൻ പറ്റുന്നു തോന്നുന്ന ഒരാൾ കൂട്ടത്തിൽ വേണ്ടേ, അതുകൊണ്ട് ആൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ മറ്റതങ്ങനെ മുന്നോണം പോയോണം പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖലീൽ തങ്ങളുടെ 22-ാം വലിയ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനം ചില ആളുകൾക്ക് ചില താല്പര്യക്കുറവുണ്ടാക്കിയപ്പോൾ അവരുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഇയാൾ എന്ത് പറഞ്ഞു, ഇയാൾ പറയാണ്, ഖലീൽ തങ്ങളെ മൊന വെച്ചുകൊണ്ട് ഇയാൾ പറയാണ്, ചില ആളുകൾ 22-ാം രാവിലെ ഒരു പ്രത്യേക ലൈലത്തുൽ ഖദ്ർ ആകുമെന്ന അഭിപ്രായമൊന്നുമില്ല. ഇയാൾ വലിയ തഹ്ഖീഖ് പറയാം. ഇവിടെ ഇപ്പൊ ഖലീൽ തങ്ങൾ പറഞ്ഞിട്ടോ 22-ാം രാവിലെ എങ്ങനെ ലൈലത്തുൽ ഖദ്ർ ഇറങ്ങാന്ന്? അല്ല, അന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവാണ്, അന്നത് ചെയ്യട്ടെ എന്നുള്ളതാണ്. പിന്നെ ഇയാൾ പറയാം അതൊക്കെ വിദഗ്ധ. കാരണം എന്താണ്, അങ്ങനെ 22-ാം രാവ് പ്രതീക്ഷിക്കാവുന്ന ഒരു രാത്രി, അത് 29-ാം രാവാണെങ്കിലും 27-ാം രാവാണെങ്കിലും ഒക്കെ ആക്കട. അങ്ങനെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന ഒരു രാത്രിയിൽ എന്താ ചെയ്യേണ്ടത്? അന്ന് പൊതുവായ ഒരു സ്ഥലത്തേക്ക് പോകലല്ല, പള്ളിയിൽ പോയി ഈത്തിക്കാതിരിക്കുക വേണ്ടതെന്നാണ് ഇയാൾ പറയണേ. അത് ഇയാൾ എന്തിന്റെ പേരിൽ പറഞ്ഞതാ? ദീനിന്റെ ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതാണോ, താല്പര്യം കൊണ്ട് പറഞ്ഞതാണോ? ആണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അത് കാണിക്കണ്ടേ? കാണിച്ചോ? ആദ്യം അയാളുടെ പ്രസംഗം നോക്കൂ നിങ്ങൾ. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് ഒരിക്കലും ബഹുമാനപ്പെട്ട ശറഅ് പറഞ്ഞിട്ടില്ല. ഇത് ഗൗരവമായി ചിന്തിക്കണം. സാധാരണക്കാരായ ആളുകളെ ഇത്തരം കാര്യത്തിൽ ആരും കബളിപ്പിക്കരുത്. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ അത് ചെയ്യരുത്. പണ്ഡിതന്മാർ അത് ഗൗരവമായി മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. എന്റെ വിനയത്തിന്റെ ഒരു അപേക്ഷ പറയുകയാണ്. 22-ാവിന് മാത്രമായി ഇങ്ങനെ ഒരു സംഗതി ആളുകളെ ലൈലത്തുൽ ഖദ്റായി നിജപ്പെടുത്തി പറയുക എന്നത് ശറഇന്റെ പരിധിക്കപ്പുറമുള്ള ഒരു സംഗതിയാണ്. ഒരിക്കലും അത് ശറഅ് അംഗീകരിക്കുകയില്ല. ഒന്ന്. ഇനി രണ്ടാമതായി, ലൈലത്തുൽ ഖദ്റാണെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അവർ വേണ്ടത് ഏതെങ്കിലും പൊതുവായ സമ്മേളനം ആ രാത്രി നടത്തുകയല്ല, ആ ഖദ്റിന്റെ പ്രത്യേകത അവരെ പള്ളിയിലേക്ക് വിടുക എന്നതുമാണ്. ഇല്ലാത്ത ചില അനാചാരങ്ങൾ സമൂഹത്തിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗൗരവമായി ചിന്തിക്കണം. ഇതൊരു പക്ഷപാതിത്വം പറയുകയല്ല, അങ്ങനെ ധരിക്കരുത്. ഇത് താങ്കൾ സത്യം പറഞ്ഞതാണോ? ഇത് ദീനായി താങ്കൾ പറഞ്ഞതാണോ? ആണെങ്കിൽ അങ്ങനത്തെ രാത്രികളിൽ അയാൾ പൊതുസമ്മേളനത്തിൽ വരാൻ പാടുണ്ടോ? അയാൾ ജനങ്ങളെ പൊതുസമ്മേളനത്തിൽ ക്ഷണിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. എന്നാ നോക്ക് നിങ്ങൾ, 22-ാം രാവിന് മാത്രമാണോ ഈ തികാവ് പുണ്യുള്ളത്? 29-ാം രാവ് ആക്കട അല്ലേ? ഇയാൾ 29-ാം രാവിന് എവിടെയുള്ളത് നോക്കുങ്ങള്. ഇയാളെ നാട്ടിലാകെ ഇയാളൊരു വാള പറഞ്ഞത് അതെവിടെയാണ്? ദുആ സമ്മേളനം. ദുആ സമ്മേളനം റമളാൻ 29-ാം രാവിൽ ഒക്ടോബർ 20 വെള്ളിയാഴ്ച നൂറുൽ ഹുദയിൽ. അത് പള്ളിന്റെ ഉള്ളാണോ അതോ പൊതുസ്ഥലമാണോ, പൊതുസമ്മേളനമാണോ? അപ്പൊ കാസിമി തന്റെ ജനങ്ങളെ പൊട്ടിച്ചാക്കല്ലേ, ആരുടെയോ കയ്യടി കിട്ടാൻ വേണ്ടി കള്ളം വിളിച്ചിരുന്നല്ലേ? ജനങ്ങളോട്, സമൂഹത്തോട് ആധികാരികമായി ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ താങ്കൾ കാഴ്ചവന്നവരുണ്ടെങ്കിൽ അതാണ് സമൂഹം കേൾക്കേണ്ടത്. കഴിയുമെന്നൊക്കെ നിങ്ങൾ 29-ാം രാവിലെ എവിടെയുള്ളത്? ഞങ്ങൾ റോട്ടുമ്പോൾ കൂടെ നടക്കുമ്പോ കണ്ണ് നന്നായി നോക്കിയിട്ടാണ് നടക്കുക. എവിടെ ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലോ അതിനനുസരിച്ച് ഞങ്ങൾക്കൊരു ഒരു ഫലം അതുകൊണ്ടുണ്ടോ? വൈദ്യന്മാരെ കാടട്ടാൻ ഏൽപ്പിച്ചോ മാതിരി നോക്കിക്കൊള്ളി. അങ്ങനെ അതൊക്കെ ഞങ്ങളെ കൈ കിട്ടണേ, മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ ഉപകാരം തന്നെ തിന്നോ? ഇതേ നിങ്ങൾ ഇങ്ങനെ കോലം കെട്ടുന്നതിന്റെ എത്രയോ മുമ്പ് ഞങ്ങളെ കൈ കിട്ടിയതാ. ഇത് എത്ര കാലം ഞാൻ പൊന്നോലെ സൂചിച്ചോ? നിങ്ങൾ വെറുതെ അല്ല. ഇതേ നിങ്ങൾ പൊതുവായ സ്ഥലത്തല്ലേ
ഇനിയോ പെണ്ണ് വരുന്നത് ഇയാളെ ഖുർആൻ ക്ലാസ്സിൽ പെണ്ണുങ്ങളെ നോക്കിക്കോളിങ്ങള് അത് വീഡിയോയിൽ പകർത്തി ആൾക്കാരെ കാണിച്ചു കൊടുക്കുക. വേറൊരു പെണ്ണുങ്ങൾ വരും, ഇൽമു പഠിക്കാൻ സ്വലാത്ത് നഗറിലും പെണ്ണുങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ എല്ലാ സ്വലാത്തിലും പറയുന്നു കർശനമായ ഇസ്ലാമിക വിധിവിലക്കുകളോടെ അല്ലാതെ ഒരു